ആഫ്റ്റർ എ ലോങ് വൈൽ ഞാൻ എൻ്റെ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ പുതിയ ഒരു ട്രിപ്പോഡ് വാങ്ങി വിത്ത് റിംഗ് ലൈറ്റ്. സോ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണത്. അപ്പോൾ കണ്ടിട്ട് അഭിപ്രായം പറയൂ. സോ ലെറ്റ്സ് വാച്ച് ഇറ്റ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പാർട്ടും ഇതെന്തോ ലോക്കാണ്, കണ്ടോ? ഈ ഒരു നോബ് ലോക്കാണ്. സോ നമ്മൾ ഓരോ നോബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ഹൈറ്റിന് വേണ്ടിയിട്ട് ഇതിൽ വെക്കാൻ പറ്റുന്നതാണ്. അതാണ് ഇതിൻ്റെ ഒരു സ്നാപ്പി. ഓക്കെ, സോ നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. താഴെ സ്റ്റേബിളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാർട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ഇതോടെ സ്റ്റേബിൾ ആവുള്ളൂ, അല്ലെങ്കിൽ ഇത് ലൂസാവും. നമ്മളിപ്പോൾ ചിലപ്പോൾ ഫോണൊക്കെ നല്ല വെയിറ്റ് ഉള്ളത്, പിന്നെ റിംഗ് ലൈറ്റ് വരുന്നതല്ലേ ഇവിടെ. സോ നമ്മൾ ഈ ഒരു പാർട്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ നോബുകൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പൊതിച്ചെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഓരോന്ന് പൊന്തിച്ചിട്ട് നമുക്ക് ഇത്ര ഹൈറ്റ് ഉണ്ട്. അതായത് എൻ്റെ ഒരു ഹൈറ്റ് ഉണ്ട്. ഇത് ഞാൻ അങ്ങനെ സോ ഇത് എൻ്റെ ഹൈറ്റ് ഉണ്ട്. ഇതിലിപ്പോൾ ഫോണൊക്കെ എങ്ങനെ ഓക്കെ. നമ്മളിത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ വട്ടവും നമ്മളിത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് താഴെ ഇറങ്ങി പോകുന്നു. സോ നമ്മൾ ഓരോ പാർട്ടിലും ഇപ്പം ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, പിന്നെ അതിൻ്റെ താഴെ രണ്ടെണ്ണം ഉണ്ട്. സോ നമ്മൾ ഓരോ പാർട്ടിലും ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാലും ഇത് അങ്ങനെ നിൽക്കണം. അപ്പം നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഒരു ആണി കൊണ്ടൊരു നോബ് ഉണ്ടായിരുന്നു. അപ്പം ആ നോബിൽ ഞാനിത് ഇങ്ങനെ ടൈറ്റാക്കാൻ നോക്കുവാണ്. ടൈറ്റാക്കി തോന്നുന്നു, ടൈറ്റായി വരുന്നുണ്ട്. ഇനി ഇതെന്താ ചെയ്യുന്നത്, ഇതും കൂടി ഞാൻ ടൈറ്റാക്കുന്നുണ്ട്. എന്നാലും എനിക്ക് സ്റ്റേബിളായിട്ട് കിട്ടും. ഇവിടെ ഇപ്പം ടൈറ്റായി. അതായത് ഇപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു നോബ് ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു. എനിക്കിത് ഭയങ്കര നീളം അധികം തോന്നുന്നുണ്ടായിരുന്നു. സോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ലാസ്റ്റത്തെ ഈ നോബ് കാണുന്നുണ്ടോ, ഈ നോബ് ഞാൻ എന്ത് ചെയ്തു, ഒന്ന് താഴ്ത്തി. എനിക്ക് നീളം കറക്റ്റിന് വേണ്ടിയിട്ട് ഞാനൊന്ന് താഴ്ത്തി. ഇനി ഇതെന്താ ചെയ്തിട്ട് നമുക്ക് ഇത് കണ്ടോ, ഇത് നമുക്ക് പല രീതിയിൽ തിരിക്കാൻ പറ്റും. ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റും, താഴേക്ക് വെച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ഉണ്ടാക്കി ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഫോൺ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. എനിക്ക് അറിയാൻ പോലെ ഞാനിതിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് അറിയാൻ പാടില്ല ഇതൊക്കെ ശരിയാണോ ഞാൻ ചെയ്യുന്നതെന്ന്. ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ട്രിപ്പോഡ് സ്റ്റാൻഡ് അൺബോക്സ് ചെയ്ത് ഞാനതിനെ ഫിക്സ് ചെയ്തിരിക്കുന്നു. ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഫോൺ വെക്കാനുള്ളത്. അപ്പം ഇത് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടോ? ഇല്ല, ഇത് മൂവ് ചെയ്യാനുള്ളത് മൂവബിളാണ്. പിന്നെ ഇതും അതെ, ഇതിന് നമുക്ക് ഇങ്ങനെ തിരിക്കാം. അതുപോലെ ഇത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇതിനെയും തിരിക്കാൻ പറ്റും, നമുക്ക് ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം സംഭവം ഓൾ ടുഗദർ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ റിംഗ് ലൈറ്റ് സെറ്റപ്പ് കുഞ്ഞ് റിംഗ് ലൈറ്റാണ്, വലുതൊന്നല്ല. എനിക്കിപ്പോൾ അത്ര വലിയൊരു ഫോട്ടോഗ്രാഫി ഇതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് കുഞ്ഞിതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സാധാ ചുമ്മാ വ്ളോഗിങ്ങിനും അതിനും ഇതിനൊക്കെ ഇതുപോലെ റിംഗ് ലൈറ്റ് നമുക്ക് ശരിക്കും ആവശ്യമില്ല വ്ളോഗിങ്ങിന്. ബട്ട് സ്റ്റിൽ നമുക്ക് ഇപ്പം നൈറ്റൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് നല്ല ഉപകാരപ്പെടും. നല്ല ഇനഫ് ലൈറ്റിങ് വരുന്നുണ്ട് നമുക്ക്. നല്ല സാധനമാണ്, ഇറ്റ്സ് നൈസ്. സോ ഞാനിത് ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് വീഡിയോ എടുക്കാം, നോ ഇഷ്യൂസ്. ഇത് കണ്ടോ, ഇതിപ്പോൾ എൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. ഇത് ഫിക്സ് ചെയ്തത്. പക്ഷേ 2-3 എനിക്ക് കുറയ്ക്കേണ്ടി വന്നു, അത്ര നല്ല ഹൈറ്റുള്ള കാരണം. സോ ഇത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറച്ച് നല്ല നീളമുള്ള ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സംഭവം നന്നായിട്ടുണ്ട്. സോ ഐ എം ഗോണ ഷോ യു ദ സെറ്റിങ്സ് ഫോർ ദിസ് റിംഗ് ലൈറ്റ്.
ഇതാണ് ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ ഇൻ ദ സെൻസ് ഇതിൽ ലൈറ്റ് അധികമാക്കാൻ പറ്റും, ലൈറ്റ് മൈനസ് ചെയ്യാൻ പറ്റും, ലൈറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ കണ്ടോ പവർ ബട്ടൺ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ചേഞ്ച് ചെയ്തിട്ടപ്പോഴാണ് നമ്മൾ 3 ലൈറ്റ് മാറി മാറി കിട്ടിയില്ലേ നമുക്ക്, അതാണ് ഇത് ഡിക്രീസ് ചെയ്യാൻ, ഇത് ഇൻക്രീസ് ചെയ്യാൻ, പിന്നെ ഇത് ഓഫ് ചെയ്യാൻ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ അൺബോക്സിങ് വീഡിയോ ഫോർ ട്രിപ്പോഡ്. ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബൈ.